ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ് കോഡ് എന്താണ് ഇട്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ്റെ പൊതുയോഗവും കുടുംബ സംഗമവും ഒക്കെ ഉണ്ട്. അത് അത്തിക്കോട് സൗവർണിക കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോയിലാണ് ഞങ്ങൾ പോയത്. കൃത്യസമയം തന്നെ നമ്മൾ അവിടെ എത്തിയിട്ടോ. ഇത് രണ്ടാമത്തെ വർഷമാണ് കേട്ടോ ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ വർഷം അങ്ങനെ കഴിഞ്ഞ വർഷവും നമ്മൾ പരിപാടി ഉണ്ടായിരുന്നു, ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും ശ്രീയാമോളും കൂടി കഴിഞ്ഞ വർഷവും കളിച്ചു. ഈ വർഷവും കളിക്കാൻ റെഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് 2-3 ഡാൻസ് പരിപാടിയും ഒരു ചെറിയ മാജിക് ഷോയും കഴിഞ്ഞ ശേഷം ഗാനമേളയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ റോഡ് സൈഡ് ലൈറ്റൊക്കെ ഇട്ട് അത്തിക്കോട് ജംഗ്ഷനിൽ നിന്ന് തുടങ്ങിയിട്ട് സൗവർണിക കല്യാണ മണ്ഡപം, പിന്നെ അവിടെ നിന്ന് കല്ലുകുട്ടിയാൽ അതുവരെ ഉണ്ട് തോന്നുന്നു, അത് ഞാൻ കണ്ടില്ല. അതുവരെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. രാത്രിയാകുമ്പോഴാണ് കൂടുതൽ ഭംഗിയായിട്ട് കാണുക. അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് കൃത്യസമയത്ത് പരിപാടി തുടങ്ങുന്ന സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. വാഹനത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ കൃത്യമായി ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കാരണം ഇവിടെയുള്ള പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതുകൊണ്ടാണ്. അപ്പോൾ സ്റ്റേജിലിരിക്കുന്ന ആളുകളും സദസ്സിലിരിക്കുന്ന ആളുകളും സംഘടനാപരമായി തുല്യരാണ്, ഒരേ ആനുകൂല്യമാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് ബന്ധന മേഖലയിൽ ഒരു പ്രവർത്തകൻ അംഗമാകുമ്പോൾ ആ പ്രവർത്തകന് അവന്റെ രജിസ്ട്രേഷൻ ഫീസിൽ നിന്ന് നേരെ പകുതി തുക അദ്ദേഹത്തിന്റെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടി സംഘടന മാറ്റിവെക്കുകയാണ്. സ്നേഹസ്പർശം പദ്ധതി പോലുള്ള വിവിധമായ ഒരുപാട് പ്രശ്നങ്ങൾ ഈ മേഖലയും വർഗത്തിന്റെയും അടിസ്ഥാനത്തിൽ കക്ഷി രാഷ്ട്രീയങ്ങൾക്കനുസൃതമായി പ്രത്യേക വിഭാഗങ്ങളെ മാത്രം പരിഗണിച്ചു. അങ്ങനെ കേരളത്തിന്റെ 14 ജില്ലയിൽ പരസ്പരം സ്നേഹത്തോടെ ഐക്യത്തോടു കൂടി പോകുന്ന ഒരേ ഒരു സംഘടനയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള എന്ന ഞങ്ങളുടെ മഹത്തായ പ്രസ്ഥാനം. പല ആളുകൾക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ആളുകള് ഈ സദസ്സിലും വേദിയിലുമുള്ള ആളുകള് ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. അത്തരത്തില് സംഘടന ഓരോ പ്രവർത്തകനെയും നെഞ്ചോട് ചേർക്കുകയാണ്. അപ്പൊ നമ്മൾ ആ കൃത്യമായി ആ സംഘടനാ സംവിധാനത്തിലൂടെ കടന്നു പോകണം. കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരുന്നതുകൊണ്ട് നമ്മൾ സൗണ്ട് വെച്ചില്ല കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ ട്യൂണാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് പാട്ടായിട്ട് ഒരു 10 പാട്ടോളം ഉണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് സോങ് ആയിരുന്നു കേട്ടോ. സോങ് ഒരുപാട് നീട്ടത്തിൽ വേണ്ട, ഒരുപാട് സമയം വേണ്ട എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ച് കുട്ടികളുടെ കളിയും അത് കഴിഞ്ഞ ശേഷം ഗാനമേളയും തുടങ്ങേണ്ടത് കൊണ്ട് ഒരു 5 മിനിറ്റ് ഒക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകം. അപ്പോൾ അതിനനുസരിച്ചായിരുന്നു നമ്മൾ കളിക്കാൻ റെഡി ആയിട്ട് വന്നത്.
എന്നോട് മിണ്ടാത്തേ എന്നെ എന്ത് കാണാത്തേ എന്നെ മറിച്ചേട്ടാ എന്നെ മറച്ചേട്ടാ ഫാൻസാണ്. അദ്ദേഹത്തിന് നല്ലൊരു കൈ വന്നത് തുടങ്ങി ലാലേട്ടൻ്റെ ഒരു പാട്ട് ചോദിക്കുന്നതാണ്. സോ അദ്ദേഹത്തിന് മനോഹരമായിട്ട് ഡാൻസ് കൂടെ നമ്മൾ കാണണം. മക്കളെ ഫ്രണ്ടിൽ നിൽക്കുന്ന മക്കൾ ഒന്ന് സൈഡ് കൊടുത്ത് ചേട്ടാ അദ്ദേഹം ഡാൻസ് ചെയ്ത് പേടിക്കണ്ട, അവിടെ നിന്ന് ഡാൻസ് ചെയ്യണം കേട്ടോ. ലാലേട്ടൻ ചേട്ടന് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സോങ് ആണ്. മോഹൻലാലിന്റെ പാട്ടാണ്. ഓക്കെ റെഡി? അപ്പൊ ഡാൻസ് കളിക്കണം. ഓക്കെ, അവിടെ നിന്ന് ഡാൻസ് കളിക്കണം, കഴിയുന്നത് പോലെ ഡാൻസ് കളിക്കണം കേട്ടോ. അപ്പോൾ അവിടെ ബാക്കിൽ കുറേ ചേച്ചിമാർ ഡാൻസ് കളിക്കുന്നത്, അമ്മച്ചിമാരൊക്കെ ഡാൻസ് കളിക്കുന്നത്. സോ അവർക്ക് നല്ലൊരു കയ്യിൽ കൊടുത്ത് എല്ലാവരും വിളിച്ചു ലാലേട്ടൻ ഫാൻസുകളാണ് ഇവിടെ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അടുത്ത പാട്ട് ലാലേട്ടൻ ഫാൻസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത്. കൊള്ളാലോ, ലാലേട്ടൻ ഒരു അടിപൊളി പാട്ടല്ലേ പറഞ്ഞേ.
சரி கொஞ்சம் சொல்லட்டும் எனக்கு சொத்து சுகம் வந்தா மாத்துக்கிற முந்த மாசம் கத்துற சண்டா ഒരു നല്ലൊരു കൈയടി അദ്ദേഹത്തിന്. കാഴ്ചയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സുകൊണ്ടാണ് ഓരോ ഗാനങ്ങൾക്കും ഈണം നൽകുന്നത്. വിരലുകൾ കൊണ്ട് മാതൃക സ്പർശം തീർക്കുന്ന അനുഗ്രഹീത തബലിസ്റ്റുകാരൻ. അടിയാസ്റ്റാ സിംഗർ സീസൺ 1 അതിമനോഹരമായ ഗാനങ്ങൾ നമുക്ക് വേണ്ടി ആലപിച്ചൊരു കലാകാരൻ കൂടിയാണ്. താങ്ക് യു സോ മച്ച് കുഞ്ഞേട്ട. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം ക്ഷമയോടുകൂടി കാത്തിരുന്ന് നമ്മളുടെ ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തന്ന എല്ലാ ഇവിടുത്തെ നാട്ടുകാർക്കും നമ്മുടെ സ്നേഹിതന്മാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നല്ലൊരു കൈയോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കണമെന്ന് അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയാക്കിട്ടോ, അടിച്ചു പൊളിച്ചു എന്ന് തന്നെ പറയാം. അപ്പം ഇനി അടുത്ത വർഷം കാണാമെന്ന് പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. ഇതിൻ്റെ ഇടയിൽ മാജിക് ഷോയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ആ സമയത്ത് നമ്മൾ കഴിക്കാൻ പോയിട്ടോ. അവിടെ തന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു, കഴിക്കാൻ പോയത് കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.